ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ കഴിഞ്ഞ മാസത്തെ ഈ ബൈബിൾ വായനയിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഓരോരോ തടസ്സങ്ങളായിരുന്നു. തടസ്സങ്ങളെന്ന് വെച്ചാൽ 3 ദിവസം അത് വളരെ എനിക്ക് 3 മക്കളാണ്. അതിൽ എൻ്റെ ഇളയ മോനാണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് വിട്ടുമാറാത്ത ചുമയും എപ്പോഴും ഇങ്ങനെ പനിയും ജലദോഷവും. അപ്പോൾ കുറേ ഹോസ്പിറ്റലുകളിൽ കാണിച്ച് അപ്പോൾ കുറവില്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പം ഞാൻ ആ മോൻ്റെ രോഗസൗഖ്യം ഈശോ എടുത്ത് യാചിച്ചിട്ടായിരുന്നു ഞാൻ ഈ ബൈബിൾ വായന തുടങ്ങിയത്. പക്ഷെ 3-ാമത്തെ ദിവസമായപ്പോൾ മോന് ഭയങ്കര ചുമയും ശ്വാസം മുട്ടും കൂടി, ഓക്സിജൻ ലെവലൊക്കെ താന്ന് അങ്ങനെ ICUലായിട്ടൊരു 3 ദിവസം കിടന്ന്. ഈ കൂട്ടായ്മയിൽ അപ്പോൾ കുറേ പേര് എൻ്റെ മോന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു 7 ദിവസം ഹോസ്പിറ്റലിലായി പോയി. അപ്പോൾ അവസാനത്തെ ദിവസം എനിക്കത് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല, തടസ്സപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ ഈശോ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, ഈ മാസം എനിക്കിത് വായിക്കാൻ പറ്റണേ എന്ന്. അങ്ങനെ ഈ ബൈബിൾ വായനയുടെ ദിവസം തിങ്കളാഴ്ച ആയപ്പോൾ ഞാൻ പോയി കുമ്പസാരിച്ച് കുർബാനയൊക്കെ അർപ്പിച്ചിട്ടിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് പനിയായി. എനിക്കും പനിയായി, ഈ മോനും പിന്നെയും പനിയായി. അപ്പൊ എനിക്ക് ഒട്ടും വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട്. പക്ഷെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ എന്ത് രോഗമാണെങ്കിലും എനിക്ക് ഈ ബൈബിൾ വായന 4 ദിവസവും എനിക്ക് ഈ വചനം വായിക്കാനായിട്ടുള്ളൊരു കൃപ തരണേ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഇന്നലെ ആയപ്പോൾ 4-ാമത്തെ ദിവസമായപ്പം ഈ 4 ദിവസവും ഞാൻ വായിച്ചു. അപ്പൊ ഇന്നലെ ആയപ്പോഴെനിക്ക് ലൂക്കായുടെ സുവിശേഷമായിരുന്നു കിട്ടിയത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ആ 4-ാം അധ്യായത്തിൽ ഈശോ പത്രോസിന്റെ അമ്മായിയെ സുഖപ്പെടുത്തുന്ന ആ ഭാഗമാണ് എനിക്ക് യേശു പത്രോസിന്റെ ഭവനത്തിൽ നിന്നുള്ള ആ ഭാഗമാണ് ആദ്യം കിട്ടിയത്. അവിടെ തൊട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ എനിക്കത് വായിച്ചപ്പോ തന്നെ വല്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി. അതായത് എനിക്ക് ഈശോ എന്റെ ഭവനത്തിൽ നിന്ന് ഈ രോഗത്തിന്റെ ഒരു അവസ്ഥ എനിക്ക് പൂർണ്ണമായിട്ടും വിടുതൽ തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ ബൈബിൾ വായനയ്ക്ക് തൊട്ടു മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ടായിരുന്നു തിരിച്ചു വന്നത്. പക്ഷെ എനിക്ക് ആ മരുന്ന് വാങ്ങിച്ചെങ്കിലും അത് കഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ വചന വായന കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും മോനും ഒക്കെ നല്ല സൗഖ്യപ്പെട്ടു. ഇതിൽ മൊത്തം ഈശോ രോഗസൗഖ്യം നൽകുന്ന ഭാഗമാണ് എനിക്ക് ഇന്നലെ കൂടുതലും കിട്ടിയത്. അത് വായിച്ചുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പൊ ഈ ഈശോ ഈ വചന വായനയിലൂടെ എൻ്റെ ഭവനത്തിലുള്ള എല്ലാ രോഗത്തിൻ്റെതായ എല്ലാ അശുദ്ധ അരൂപിയെയും എൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്കിനി തുടർന്നും ഈ ബൈബിൾ വായനയിൽ പങ്കെടുക്കുവാനുള്ള കൃപ ഈശോ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിടുതൽ തന്ന ഈശോയ്ക്ക് 1000 നന്ദി.